പത്മ ഒരു ഗുരുവിൻ്റെ അടുത്തേക്ക് പോയൊരു ശിഷ്യയുടെ കഥയാണ്. അപ്പം അതുപോലെ ഈ ശിഷ്യ ഗുരുവിൻ്റെ അടുത്തേക്ക് പോകുന്നു. അതുപോലെ ഗുരു ഒരു ഇടത്തിരിപ്പുണ്ട്, ഒരുപാട് പേരുണ്ട്. അടുത്തായി തന്നെ താഴെയായി തന്നെ ആ ശിഷ്യ വരുന്നു. ഗുരു ഒരു കഥ പറയാൻ തുടങ്ങി. ഒരു രാജാവിൻ്റെയും വിശുദ്ധൻ്റെയും കഥയാണ് പറഞ്ഞത്. ഒരിക്കലൊരു വിശുദ്ധൻ രാജാവിനെ കാണാനായി പോയി. സാധാരണ തിരിച്ചാണ് കേൾക്കാറ്. എന്നാൽ വിശുദ്ധൻ രാജാവിനെ കാണാൻ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി. കൊട്ടാരത്തിലേക്ക് ചെന്നപ്പോൾ സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടല്ലേ, അവിടുത്തെ സ്നേഹാനികൾ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തെ ശരീരം നോക്കാനായിട്ട് വലിയ വസ്ത്രങ്ങളൊന്നുമില്ല, എങ്കിലും നോക്കി. എന്നിട്ട് വിശുദ്ധനോട് ഇല്ല, അങ്ങേക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞു, പൊയ്ക്കോളാൻ പറഞ്ഞു. വിശുദ്ധൻ തർക്കിക്കുകയോ ബഹളം വെക്കുകയോ ഒന്നും ചെയ്തില്ല. നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി തൃപ്തിയോടുകൂടി തിരിച്ചു നടന്നു. കാരണം അദ്ദേഹത്തിന് വേറെ പ്ലാൻ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, ഒരു കയറ് എടുത്തിട്ട് കൊട്ടാരത്തിനുള്ളിലേക്ക് കയറിപ്പോകാൻ തുടങ്ങി. രാജാവിനെ കാണണം, അതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഒന്നും നോക്കിയില്ല. വിശുദ്ധൻ ഒരു കള്ളനെ പോലെ രാജാവിനെ കാണാൻ ആ കയറുവരി കയറി. കഥ പറഞ്ഞുകൊണ്ടിരുന്ന ഗുരു ഉദ്ദേശിച്ചത് എന്താണെന്ന് കേട്ടുകൊണ്ടിരുന്ന ശിഷ്യയ്ക്ക് ഒരു ചെറിയ സംശയത്തോടു കൂടിയാണെങ്കിലും മനസ്സിലാകാൻ തുടങ്ങി. അതായത് നമ്മൾ സ്ഥിരം കേൾക്കാറുള്ളതാണല്ലോ, ഒരു ഗുരു ശിഷ്യന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. ആവശ്യമുണ്ടെങ്കിൽ ശിഷ്യൻ അതിന് പ്രാപ്തനായിരിക്കണം. ആ ശിഷ്യൻ ആ അറിവിന് ജ്ഞാനത്തിന് വേണ്ടി റെഡിയായിട്ടിരിക്കുകയാണ് എന്ന് ഗുരുവിന് തോന്നുകയാണെങ്കിൽ ഗുരു ഏത് രൂപത്തിലും മുന്നിൽ വരും. അത് ഇന്ന രൂപത്തിലാവണമെന്നൊന്നുമില്ല, ഒരു വിശുദ്ധനാവണമെന്നൊന്നുമില്ല. ഒരു പുഴുവായും വരും, ഈച്ചയായും വരും, മനുഷ്യനായും വരും, പുസ്തകമായും വരും. അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും വരാം. ഇത് പറഞ്ഞുകൊണ്ടിരുന്ന ആ നിമിഷം അപ്പോൾ തന്നെ ഗുരു അതിനോട് ചേർത്ത് പറഞ്ഞു, സ്നേഹം സൃഷ്ടിക്കപ്പെടുകയാണ്, സ്നേഹം സൃഷ്ടിക്കപ്പെടുകയാണ്, സദാ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു, എന്നാൽ അങ്ങനെ സ്നേഹിക്കാൻ ഒരു ശിഷ്യനും ഒറ്റയ്ക്ക് സാധ്യമല്ല. അങ്ങനെ സ്നേഹിക്കാൻ ഒരു ശിഷ്യനും ഒറ്റയ്ക്ക് സാധ്യമല്ല. കാരണം ഇവിടുത്തെ ചോദ്യം മാനവ സ്നേഹമല്ല. ഇവിടുത്തെ ചോദ്യം മാനവ സ്നേഹമല്ല, അത് തികച്ചും വ്യത്യസ്തമായ ഒന്നാണ്. പിന്നെ ഗുരുവുമായുള്ള ആത്മബന്ധം, അത് തികച്ചും വ്യത്യസ്തമായ വേറൊന്ന്. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യവുമാണിത്. അപ്പോൾ സ്നേഹം സൃഷ്ടിക്കപ്പെടുകയാണ്. സ്നേഹം സദാ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു സൃഷ്ടി സ്നേഹത്തിലും സംഭവിക്കുന്നുണ്ട്, സ്നേഹം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ചിന്തിക്കും, സ്നേഹം സൃഷ്ടിക്കപ്പെടുകയാണെന്ന് ഈ ശിഷ്യ ചിന്തിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് ഇത്രയും അകലെ ജനിച്ച് വളർന്ന എന്നിൽ ഈ ഗുരുവിൻ്റെ സ്നേഹം സൃഷ്ടിക്കപ്പെട്ടത്? ശിഷ്യ ചിന്തിക്കാൻ തുടങ്ങി. അതെങ്ങനെയായിരിക്കും? ഏതോ രാജ്യത്തിൽ ഏതോ ഭൂഖണ്ഡത്തിൽ ജനിച്ച് വളർന്ന എന്നിലേക്ക് ഈ ഗുരുവിനോടുള്ള സ്നേഹം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്? വീണ്ടും ശിഷ്യയ്ക്ക് ചോദ്യം മാത്രം അവശേഷിക്കുന്നു. ഉടനെ തന്നെ ഗുരു വീണ്ടും അതിനോട് ചേർത്ത് പറയുന്നു, സ്നേഹം സൃഷ്ടിക്കപ്പെടുകയാണ്, അത് ഒരു തുടർക്കഥയുമാണ്. അത് ഒരു തുടർക്കഥയുമാണ്. സ്നേഹം സൃഷ്ടിക്കപ്പെടുകയാണ്, അതൊരു തുടർക്കഥയുമാണ്. പത്മ.